നമ്മൾക്കു നാം തന്നെയല്ലേ കൂടെ പിറന്നവരല്ലേ. അങ്ങനല്ലേ, ഓളാണ് എപ്പോഴും തല്ലൂടാൻ വരല്ലേ. ഐശ്വര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും കാർഷികോത്സവത്തിന്റെയും പ്രതീകമായ മറ്റൊരു വിഷുക്കാലം അങ്ങനെ വീണ്ടും സമാഗതമാവുകയാണ്. ചാനൽ 10 പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. ഈ വിഷുദിനം കളറാക്കാൻ ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം 2 കലാകാരികൾ അതിഥികളായി കൂടെയുണ്ട്. രണ്ടുപേരും സഹോദരിമാർ കൂടെയാണ്. മനോഹരമായ പാട്ടുകളുമായി സംഗീതത്തെ അത്രമേൽ പ്രണയിച്ച, സമൂഹ മാധ്യമങ്ങൾ നെഞ്ചേറ്റിയ ആ 2 താരങ്ങളെ ഈ അഭിമുഖ നേരത്തിലേക്ക് ഏറെ സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു. சில பழையன கழியுது புதியன வருகுது எல்லாம் வளல வரல கத்து பாட்டு பாடி நடந்து காட்டு முல்ல சோட்டிலிருந்து സമൂഹ മാധ്യമങ്ങൾ നെഞ്ചേറ്റിയ ആ 2 താരങ്ങൾ നമ്മളോടൊപ്പം കൂടെയുണ്ട്. ഇവർ പറഞ്ഞത് ഇവർ രണ്ടുപേരെ അവർ തന്നെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ, അല്ലേ? പരിചയപ്പെടുത്തിയാലോ? ഹായ്, ഞാൻ ലവ്ലി. ഞാൻ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ പഠിക്കുന്ന സ്കൂൾ അൽ-അമീൻ ഇംഗ്ലീഷ് സ്കൂൾ മങ്കട. ഹായ്, ഞാൻ മൗന. ഞാൻ 5th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. പിന്നെ എന്റെ വീടുള്ളത് കടന്നവണ്ണയാണ്. പിന്നെ ഞങ്ങൾ രണ്ടാളും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. എന്തായാലും രണ്ടാളുടെയും പേര് അടിപൊളി വ്യത്യസ്തമായ പേരാണല്ലോ. ഈ പേര് ആരാണ് ഇട്ടത്? ഞങ്ങൾക്ക് രണ്ടാൾക്കും പേരിട്ടത് ആന്റിയാണ്. എന്തായാലും വിഷുദിനത്തിലെ പ്രേക്ഷകരൊക്കെ ഒരുപാട് നല്ല പാട്ടുകൾ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനു മുമ്പായി പാട്ടിലേക്ക് പോയാലോ? അപ്പൊ നമുക്ക് എന്തായാലും ട്രെൻഡിന്റെ ഒപ്പം പോവാൻ. നമുക്ക് വാഴത്തെ പാട്ടാടാം. അറിയാതെ പറയാതെ ഇരുക്കോടെ കഴിയില്ലേ ഒരു നാളിൽ മറയുമ്പോൾ അകമാകെ ഉരുകല്ലേ നമ്മൾക്കു നാം തന്നെയല്ലേ കൂടെ പിറന്നവരല്ലേ തമ്മിൽ പിണങ്ങി പോവല്ലേ കാണാതെ മായല്ലേ കണ്ണേ നമ്മൾക്കു നാം തന്നെയല്ലേ കൂടെ പിറന്നവരല്ലേ. എന്തായാലും ഈ ഒരു പാട്ട് ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയിലെ ട്രെൻഡായ ഒരു സോങ് ആണല്ലോ. സഹോദര ബന്ധങ്ങളുടെ കഥ അത്രത്തോളം പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പാട്ട്. എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി? രണ്ടുപേരും അടി കൂടാറുണ്ടോ? ആരാണ് കൂടുതൽ ഏറ്റവും കുറുമ്പി? ഓളാണ്. ഓളിന്ന് രാവിലെയും കൂടി തല്ലൂടിയിട്ടുള്ളൂ. അങ്ങനല്ല, ഓളാണ് എപ്പോഴും തല്ലൂടാൻ വരല്ലേ. ഓളെന്നെ സമ്മതിച്ചു. ഓളെന്നെയാണ് ശരിക്കും ഓളാണ്. എപ്പോഴും തല്ലൂടാൻ വരുന്നതൊക്കെ ഓളാണ്. ഒറ്റക്ക് എപ്പോഴും വരും. വെറുതെ ഇരിക്കാനും കൂടി ആക്കൂല, എപ്പോഴും തല്ലൂടാൻ വരും. എന്തായാലും നമ്മുടെ സംസാരം തുടങ്ങി, പാട്ട് കേട്ടു, കൂട്ടത്തിലെ കുറുമ്പി ആരാന്നൊക്കെ പറഞ്ഞു അല്ലേ? എങ്ങനെയാണ് ഈ ഒരു പാട്ടിന്റെ മേഖലയിലേക്ക് വന്നത്? പാടും ഓള് ചെറുതാവുമ്പോ തന്നെ പാടും. ഓള് 2.5 വയസ്സിൽ തന്നെ പാടാൻ തുടങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞത് വായിക്കാറിയില്ല ആൾക്ക്. അപ്പൊ കേട്ട് പഠിക്കുന്നതാണ് യൂട്യൂബിൽ കേട്ട് പഠിക്കും. ഇവള് പിന്നെ കരോക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ബുക്കിൽ ചെയ്തു എന്റെ സ്റ്റുഡിയോ കൊണ്ടുപോകും. അവിടെ നിന്ന് പഠിക്കും. ഹോബി ഇത് ഇവളിങ്ങനെ പാട്ടിക്ക് വന്നു പറഞ്ഞാൽ ഇമ്മച്ചോള് ഭയങ്കര കുറുമ്പാണ് ചെറുപ്പത്തിൽ തന്നെ. ഇപ്പോൾ അടങ്ങിക്കാൻ പാട്ടിട്ട് കൊടുക്കും. അപ്പൊ അവിടെ അടങ്ങി കിടന്നോളൂ. ഇല്ലെങ്കിൽ എല്ലായിടത്തും വികൃതി കാട്ടി അങ്ങനെ നടക്കും. ഇപ്പത്തെ സ്വഭാവം തന്നെ വന്ന്. അപ്പൊ അടങ്ങിക്കാൻ അവൾക്ക് പാട്ടിട്ടെടുത്തിട്ടെടുത്താണ് അവളിപ്പോ നല്ല പാട്ടൊക്കെ പാടാൻ തുടങ്ങിയത്. നിങ്ങളുടെ നിഷ്കളങ്കമായ സംസാരത്തിനിടയിൽ പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കണമെന്ന്. എന്തായാലും വിഷുദിനം ആഘോഷിക്കുകയാണല്ലോ, ഒരടുത്ത് നല്ല പാട്ടായാലോ? അപ്പൊ നമുക്ക് മുട്ടക്കലയ്ക്ക് പാടാം. നീ സൂപ്പർ സലൂണേ वाडी कूलिंग वाटरमेलन ये ब्यूटी बफून है ये बॉडी कुलून है ये नाले ये लाइफ सुकून है नैटाना कनबल वार दिए ब्राइटाना योसिकरो न पतिए मंडेले पाडी पोंडो येलडी अरगला ओन मिंजालडी मिनकी निदाये नंजकुल की सिरकी
வடிய முட்டை கலக்கி அழகி போவாத ரொம்ப விளங்கி சிறுங்கி போரால என்ன முழுங்கി. ഇൻസ്റ്റഗ്രാമിൽ എവിടെ നോക്കിയാലും കൂടുതൽ വൈറലായി നിൽക്കുന്നത് നിങ്ങളെ വീഡിയോസ് തന്നെയാണല്ലോ. ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടോ? എങ്ങനെയാണ് സ്കൂളിലും അതുപോലെ ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ നൽകുന്ന സപ്പോർട്ട്? എല്ലാരും കൂടെ നിൽക്കാറുണ്ടോ കട്ടക്ക്? അപ്പൊ സപ്പോർട്ട് പറയുകയാണെങ്കിൽ സ്കൂളൊക്കെ നല്ല സപ്പോർട്ടാണ്. പ്രത്യേകം പറയുകയാണെങ്കിൽ പ്രിൻസിപ്പാള്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ വളരെ പറയുകയാണെങ്കിൽ സ്നാക്സ് ടൈമിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ടീച്ചേഴ്സ് ഒരു പാട്ട് പാടി തരുമോ എന്നൊക്കെ ചോദിച്ചിക്കാണ്ട് വീഡിയോ എടുത്തുകാണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇടാം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടുന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ പുറത്തുള്ള നമ്മളെ അയൽവാസികൾ എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. പിന്നെ പാരന്റ്സ് പറയുകയാണെങ്കിൽ പൊതുവെ എനിക്കോൾക്കും മടിയാണ് പാട്ടെടുക്കാൻ. യെസ്. അപ്പോ നമ്മളെ തന്നെ പുഷ് ചെയ്യും, പാട്ട് പഠിക്കാൻ നമുക്ക് പാടിക്കാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാലോ അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് ഫുൾ സപ്പോർട്ടാണ്. എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ ഗൾഫിൽ നിന്ന് ഒരുപാട് വീഡിയോ കോളൊക്കെ വരും. ഇന്നലെയും കൂടി ഒരു കോള് വന്നിട്ടുള്ളൂ. നമ്മളെന്തായാലും സംസാരത്തിനിടയിൽ പറഞ്ഞു പ്രവാസികളൊക്കെ നല്ല അടിപൊളി സപ്പോർട്ടാണ്. അവര് വിളിച്ച കാര്യമൊക്കെ പറഞ്ഞു അല്ലേ? എന്തായാലും അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടൊരു നല്ല പാട്ടായാലോ. പള്ളിയിലെന്നെ ചേർത്തി പോയാരെ പഠിക്കത്തുമെത്തി പിന്നേക്കു പിന്നെ കത്തൊക്കെ നിർത്തി വല്യ പെരുന്നാള് കഴിഞ്ഞൊരു ഹാല് ഒരിക്കലൊന്ന കവിളമുത്തെ മണത്തിടുവാൻ കൊതിയായി ഉണങ്ങിയെല്ലാം തൊലിയുമായി എൻ്റെ ഉമ്മച്ചയ്ക്കാര് തുണയായി പണവും പൊന്നും അയച്ചിലും വരുന്ന മാസം വരണേ ഉരിഞ്ഞൊരുകി മരിക്കും മുമ്പിൽ കവിളിൽ മുത്തം തരണേ അറബ് നാട്ടിൽ അകലെങ്ങാണ്ടിരിക്കും ബാപ്പാറിയാൻ അകമുരുകി കുറിക്കും മകൾ ഒരുപാടുണ്ട് പറയാൻ. എന്തായാലും നിങ്ങളോടുള്ള നിഷ്കളങ്കമായ സംസാരം കൊണ്ട് സമയം പോകുന്നൊന്നും അറിയുന്നില്ല. പക്ഷെ പ്രേക്ഷകർ എന്നോട് പറയുന്നുണ്ട് സംസാരത്തെക്കാൾ ഉപരി കുറെ പാട്ട് വേണമെന്ന്. എന്തായാലും രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് ഒരു അടിപൊളി പാട്ടായാലോ? അപ്പൊ നമുക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് റഹ്ത്തുള്ള പാടാം. ഓക്കെ. ഞാൻ കനവുള്ള കവിത എഴുതിയത് മുയല சில பழியன கழியுது புதியன வருகுது மின்சாரம் என் கையில் ஓடும் சும்மாவே சுட்டாலும் போதும் துடவா துடவா யாரும் நெருங்கி அருகில் வரவில்லை. ஓ ரஹத்துல ரசிக்கிறவல்ல நீ அசபுராச போறனிല്ല இருக்கிற மலைகள் இருக்கிற கூத்து ഇത് സുട ഇരിക്കുന്ന സുടുകിയാത്ത്. ഞാൻ എന്തായാലും ഒരു കുടുക്കുന്ന ചോദ്യം രണ്ടുപേരോടും കൂടെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും നല്ല സിംഗർ ആരാണ്? ഓളാണ് ഇന്ന കല്ലുള്ളല്ലോ പാടുന്നൊക്കെ തോന്നെ. നമ്മൾ ഏതൊരു മേഖലയാണെങ്കിലും ആ മേഖലയിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കലാകാരനോ കലാകാരിയൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ സംഗീത ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട സിംഗർ ആരാണ്? എനിക്ക് എല്ലാരും ഇഷ്ടം, പക്ഷെ കുറച്ചും കൂടി ഇഷ്ടം ഹനാൻഷിനെയാണ്. ഹനാൻഷിന്റെ കൂടെ പാട്ട് പാടണം എന്ന് വലിയ ആഗ്രഹമാണ്. ഹനാൻഷിനെ കാണണം എന്ന് ആഗ്രഹമാണ്. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ. മറ്റൊക്കെ ഇഷ്ടം? എനിക്കും എല്ലാരും ഇഷ്ടമാണ്. എനിക്ക് പിന്നെ കുറച്ചും കൂടി ഒരു മറ്റു ടൈപ്പാണ് ഇഷ്ടം. എന്നാലും ഹനാൻ ഷാൻ ഇഷ്ടമാണ്, വേടന് ഇഷ്ടമാണ്, ലിപ്പന് ഇഷ്ടമാണ്, എമ്മച്ചാറിന് ഇഷ്ടമാണ്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഈച്ചുവിന്റെയാണ്. ഈച്ചുവിന്റെ അവരുടെ ചാമ്പയ്ക്കും അവര് ക്രിഞ്ച് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ എന്റെ കുറച്ചും കൂടി ഫേവറേറ്റ് പ്രിയപ്പെട്ട അനാൻഷായോടാണ്. അനാൻഷ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അനാന്റെ രണ്ട് കട്ട ആരാധികമാരെ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. കൂടെ പാടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം അല്ലെ? എന്തായാലും അനാൻഷാനെ കുറിച്ച് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഹനാന്റെ ഒരു പാട്ടായാലോ? ഷാദി മസ്തി പറഞ്ഞിട്ടുള്ള പാട്ടാണ് ഞങ്ങൾ പാടാൻ പോകുന്നത്. ഞങ്ങൾ രണ്ടാളും കൂടി കേട്ടോ. ആഘോഷത്തിലും ആളുകൾ ചത്തിലും ഒത്തൊരുമിച്ച് സർവത്ത് പറഞ്ഞു രസിച്ച് പലഹത്തര തേച്ച് വിരാജിച്ചേ ഏനാന്തത്തിലെ കുട്ടികൾ ചുറ്റിലും കുത്തി മറിഞ്ഞേ നടുപന്തലിലോടി നടന്നേ ചില കൂന്തല തൂങ്ങുന്നേ നാരി പുതു നാരി നാണം കൊണ്ട് കുണുങ്ങി സാരി കാഞ്ചിപുരം ഉടുത്തൊരുങ്ങി മരം കരൽ വരുന്നതും ഹാരം തരുന്നതും ഓർത്ത് കരളിൽ കുളിരിറങ്ങി മംഗലനാളിലെ അങ്കനമാരുടെ അങ്കിലി തുമ്പിലെങ്കി മറിയണേ അമ്മിമിലിട്ട് അരച്ചൊരച്ചൊരു മയിലാഞ്ചി പന്തല് നടുവിൽ ഒപ്പനാടുന്ന നാൽപ്പത് മിന്നണ സുന്ദരിമാരുടെ ലജ്ജിലും കാലിലും മുഞ്ചിലങ്കണ മയിലാഞ്ചി. നബ്ബ് എന്തായാലും ഹനാൻഷാന്റെ പാട്ട് പാടിയപ്പോ ഞാൻ ഈച്ചുവിന്റെ പാട്ട് പാടിയിട്ടില്ലെങ്കിൽ മോശമില്ല. അതുകൊണ്ട് നമുക്ക് ഈച്ചുവിന്റെ ചാമ്പക്ക പറഞ്ഞ പാട്ട് പാടാം.
ഒരു വട്ടം നീട്ടിച്ചാടി, രണ്ടാം വട്ടം കൂട്ടിച്ചാടി, മൂന്നാം വട്ടം ചാടാൻ നേരം നോട്ടം തട്ടിപ്പതറി, ഓളുടെ നോട്ടം തട്ടിപ്പതറി, ഓളുടെ നോട്ടം തട്ടിപ്പതറി, ഓളുടെ ചാമ്പയ്ക്കാ ചുണ്ടും നല്ല ചെമ്പഴുക്ക മൂക്കും, ഓളുടെ ചാമ്പയ്ക്കാ ചുണ്ടും നല്ല ചെമ്പഴുക്ക മൂക്കും, എന്റെ ചങ്കുടച്ച് മുളകിട്ട് വെച്ച് മുഹബത്തച്ചാറ്, എരിയും മുഹബത്തച്ചാറ്, എരിയും മുഹബത്തച്ചാറ്. ഇപ്പൊ നിലവിൽ എന്തായാലും ഓൾഡ് മാപ്പിളപ്പാട്ടുകളൊക്കെ വളരെ വൈറലായ ഒരു കാലഘട്ടമാണ്. നിങ്ങളും ഇടയ്ക്കൊക്കെ പാടാറുണ്ടല്ലേ? അങ്ങനെ കൊല്ലം ഷാഫി നിങ്ങളുടെ ഒരു പാട്ടിന് കമന്റ് ഇട്ടിരുന്നു. ആ ഒരു പാട്ട് ഞങ്ങൾ എല്ലാവരും കേട്ടതാണ്. ആ പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ പാടാമോ? നീ എന്റെ സ്നേഹത്തിൻ സുൽത്താനല്ലേ, നിന്നോട് എനിക്കെന്നും മുഹബത്തല്ലേ, വർണ്ണങ്ങൾ വിരിയും ഈ താഴ്വാരത്ത്, വരുമെന്നും ഞാൻ എന്റെ പ്രിയനോടൊത്ത്, മുത്തേനെ കൽവിന്റെ താളമാണിടി, ഇന്നെന്നും നീ എന്റെ ജീവനാണിടി, കള്ളിപ്പെണ്ണേ ചില്ലക്കുയിലേ, മുല്ലപ്പൂവിൻ ചേലുള്ളൂളെ, പ്യാരെ മേരേ ദിൽ കി റാണി, പ്യാസ് ലഗി തൂ തോ ഹൈ പാനി. എന്തായാലും വിശുദിനമായതുകൊണ്ട് പ്രേക്ഷകരെ നിങ്ങളുടെ മനോഹര ശബ്ദത്തിൽ ഒരു നാടൻ പാട്ട് കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആഗ്രഹം ഒന്ന് നിറവേറ്റി കൊടുത്താലോ? താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ, തമ്പുരാനെത്തിടുമ്പേ കരിഞ്ഞടും കോര പറിച്ചാട്ടെ, താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ, തമ്പുരാനെത്തിടും മുമ്പേ കരിഞ്ഞാടും കോര പറിച്ചാട്ടെ, തക തക താത്തിനം തക ചെയ്താരോ, തകദിനം തക ചെയ്താരോ, താത്തിനം തക തകദിനം തക തകദിനം തക ചെയ്താരോ, താത്തിനം തക തകദിനം തക തകദിനം തക ചെയ്താരോ, താത്തിനം തക ചെയ്താരോ, തകദിനം തക ചെയ്താരോ, താത്തിനം തക തകദിനം തക തകദിനം തക ചെയ്താരോ. നിഷ്കളങ്കമായ സംസാരങ്ങളും മനോഹരമായ പാട്ടുകളുമായി ഈ വിഷുദിനം കളറാക്കിയത് മങ്കടയിലെ രണ്ട് കുട്ടി താരങ്ങളാണ്. സംഗീത ലോകത്ത് ഉദിച്ചു വരുന്ന വാനമ്പാടികളാവാൻ ഈ താരങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. മങ്കടയിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. It's diamond time now. Safa Golden Diamonds അവതരിപ്പിക്കുന്നു മിൻസ് ഡയമണ്ട് എക്സിബിഷൻ ആൻഡ് സെയിൽ. സഫയുടെ സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിർമ്മിക്കുന്ന ബഡ്ജറ്റിലൊതുങ്ങിയ ഡിഫറന്റ് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻ. ഡയമണ്ട് ക്യാരറ്റ് വാല്യൂവിലും നേടൂ 10,000 രൂപയുടെ ഡിസ്കൗണ്ട്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റുമ്പോൾ ഗ്രാമിന് 200 രൂപ അധികം നൽകുന്നു. ഓരോ ഡയമണ്ട് ക്യാഷ് പർച്ചേസിനും ലഭിക്കുന്നു സൗജന്യ സ്വർണ്ണ നാണയം. നിങ്ങളുടെ അടുത്തുള്ള സഫ ഷോറൂമുകളിൽ ഈ ഓഫറുകൾ ലഭ്യമാണ്. ഇന്നു തന്നെ സന്ദർശിക്കൂ. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻസ്.